അനന്യ സിസ്റ്ററോട് ചോദിച്ചു. പഴയ രേഖകളിൽ മീരയുടെ ജോയിനിങ് ഫയൽ ഉണ്ടാകുമോ? സിസ്റ്റർ കുറച്ചുനേരം ആലോചിച്ചു. നോക്കാം. അല്പസമയത്തിന് ശേഷം ഒരു പഴയ രജിസ്റ്റർ കൊണ്ടുവന്നു. അനന്യ ഓരോ പേജും മറിച്ചു. ഒടുവിൽ മീര എന്ന പേര് കണ്ടു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. പക്ഷേ ഫയൽ നമ്പർ എഴുതിയിരുന്ന സ്ഥലത്ത് ഒരു ചുവന്ന മുദ്ര മാത്രം. ട്രാൻസ്ഫേർഡ്. അനന്യ ഉടൻ ചോദിച്ചു. ഫയൽ എവിടേക്കാണ് മാറ്റിയത്? സിസ്റ്റർ വീണ്ടും രജിസ്റ്റർ നോക്കി. പിന്നെ പതുക്കെ തലകുലുക്കി. ഇവിടെ എഴുതിയിട്ടില്ല. പഴയ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് മാറിയ സമയത്തായിരിക്കും. അനന്യ മിണ്ടാതെ നിന്നു. വീണ്ടും അവളൊരു അടഞ്ഞ വാതിലിനു മുന്നിലെത്തിയിരുന്നു. കോൺവെന്റിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ അതേ കറുത്ത കാർ ദൂരെയായി നിൽക്കുന്നത് അവൾ കണ്ടു. ഈ പ്രാവശ്യം അവൾ അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്തില്ല. ആരും ഇറങ്ങിയില്ല. ഒരു നിമിഷം അനന്യ അതിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. പക്ഷേ കാറിന്റെ അടുത്തെത്താൻ ഏതാനും അടി മാത്രം ബാക്കിയുള്ളപ്പോൾ കാർ പെട്ടെന്ന് സ്റ്റാർട്ടായി. വേഗത്തിൽ അവിടെ നിന്ന് പോയി. അനന്യ നമ്പർ പ്ലേറ്റ് നോക്കാൻ ശ്രമിച്ചു. പക്ഷേ പൊടിപടലത്തിനുള്ളിൽ അത് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. അവൾ ദീർഘനിശ്വാസം വിട്ടു. സ്വയം പറഞ്ഞു, ഒരു ദിവസം ഞാൻ നിന്നെയും കണ്ടെത്തും. ദൂരെ ഒരു വഴിയിൽ അതേ കറുത്ത കാറിന് പിന്നിൽ മറ്റൊരു വാഹനം നിശബ്ദമായി സഞ്ചരിക്കുകയായിരുന്നു. ആരാണെന്ന് അനന്യ അറിഞ്ഞില്ല.